ഹായ് ഡിയർ ഫ്രണ്ട്സ്, TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 സുവോളജി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ 7ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് മ്യൂട്ടേഷൻ, പെഡിഗ്രി അനാലിസിസ് എന്നിവയാണ്. എൻ്റെ വീഡിയോ ലെസൺസ് യൂട്യൂബ് ചാനലിലൂടെ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കൺ കൂടെ അമർത്തുക. പുതിയ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ലെസൺസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്ക് മ്യൂട്ടേഷനാണ്. ഈ ടോപ്പിക്ക് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. മ്യൂട്ടേഷൻ എന്നുള്ള പേര് നേരത്തെ നമ്മുടെ ഡിസ്കഷൻസിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ ലിങ്കേജ് ടോപ്പിക്ക് പഠിച്ചപ്പോൾ അവിടെ ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് ഡ്രോസോഫില ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഡ്രോസോഫിലയുടെ ഐ കളർ, അതുപോലെ തന്നെ ബോഡി കളർ, വിങ്സിൻ്റെ ഷേപ്പ്, ഇതൊക്കെ മ്യൂട്ടേഷൻസ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ടായ ക്യാരക്ടേഴ്സാണെന്നുള്ളതാണ്. ഇപ്പോൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം നമ്മുടെ ജീവികളിൽ വേരിയേഷന് കാരണമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. റീകോമ്പിനേഷൻ എന്ന് പറയുന്ന പ്രതിഭാസവും അതുപോലെ തന്നെ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രതിഭാസവും നമ്മുടെ ജീവികളിൽ വേരിയേഷൻസ് ഉണ്ടാക്കുകയും അത് എവല്യൂഷന് കാരണമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ ക്യാരക്ടേഴ്സ് അപ്പിയർ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് മ്യൂട്ടേഷനാണ്. അപ്പോൾ മ്യൂട്ടേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സെല്ലിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഓർക്കാം. സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്താണ് ക്രോമസോംസുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ക്രോമസോമുകളിലാണ് DNA ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രോമസോമുകളുടെ ക്രൊമാറ്റിഡ്സിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ DNA ഇങ്ങനെ റാപ്പ് ചെയ്ത് ചുറ്റി ഒരു കോയിൽഡ് ഫോമിലാണ് സെല്ലിനകത്ത് ക്രോമസോംസിൽ DNA കാണുന്നത്. അപ്പോൾ DNAയുടെ സ്ട്രക്ചറിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ 2 ഹെലിക്സിനെയും തങ്ങളിൽ കണക്ട് ചെയ്തുകൊണ്ട് ബേസ് പെയേഴ്സ് കാണാൻ സാധിക്കും. പ്രധാനമായിട്ട് 4 ബേസ് പെയേഴ്സാണുള്ളത്: തൈമിൻ, സൈറ്റോസിൻ, അഡിനൈൻ, ഗ്വാനൈൻ എന്ന് പറയുന്ന ബേസ് പെയേഴ്സ്. ഈ ബേസ് പെയേഴ്സിൻ്റെ പെയറിങ് എങ്ങനെയാണെന്നുള്ളതും നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒന്ന് ഓർക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറയാം. അപ്പോൾ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ് DNA എന്ന് പറയുന്നത്. DNAയുടെ ഹെലിക്സിൽ ഫോസ്ഫേറ്റ് മോളിക്യൂളും ഷുഗർ മോളിക്യൂളും, DNA ആവുമ്പോൾ ഡിയോക്സി റൈബോസ് ഷുഗറാണ്. അതുപോലെ ഇവിടെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഷുഗർ മോളിക്യൂളാണ്. അപ്പോൾ ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും ഇങ്ങനെ ഒന്നിടവിട്ട് ഒരു ചെയിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് DNA എന്ന് പറയുന്നത്. 2 ചെയിൻ ഉണ്ടാവും. ഒരു 5' എൻഡ് 3' എൻഡ് ഓറിയൻറ്റേഷൻ വരുന്ന ഒരു ചെയിനും അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പൊളാരിറ്റി വരുന്ന 3' 5' എൻഡിൽ വരുന്ന മറ്റൊരു ചെയിനും. അങ്ങനെ ഒരു പാരലലായിട്ടുള്ള 2 ചെയിനുണ്ട്. ഈ ചെയിനുകളെ തങ്ങളിൽ പരസ്പരം കണക്റ്റ് ചെയ്തുകൊണ്ട് നൈട്രജൻ ബേസുകളുണ്ട്. അപ്പോൾ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണെന്നറിയാം. എന്നിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന അഡിനൈനാണ്. T തൈമിനാണ്. അഡിനൈൻ, തൈമിൻ. ഈ നൈട്രജൻ ബേസുകളെ പരസ്പരം കണക്റ്റ് ചെയ്യാനായിട്ട് ഹൈഡ്രജൻ ബോൺസുകളുണ്ട്. ഡബിൾ ബോണ്ടും ഉണ്ട്. AT ബേസ് പെയറിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്തൊരു AT ബേസ് പെയറാണിത്. ഡബിൾ ബോണ്ട് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു GC ബേസ് പെയറാണിത്. G എന്ന് പറയുമ്പോൾ ഗ്വാനൈൻ ആണ്. C എന്ന് പറയുമ്പോൾ സൈറ്റോസിനാണ്. ഇപ്പോൾ ഗ്വാനൈൻ, സൈറ്റോസിൻ ബേസ് പെയറുകളെ കണക്ട് ചെയ്തിരിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. ട്രിപ്പിൾ ബോണ്ട് കൊണ്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നൈട്രജൻ ബേസുകളെ പരസ്പരം ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഇരിക്കുന്ന നൈട്രജൻ ബേസുകളുടെ ഒരു ക്രമം, സീക്വൻസ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പർട്ടിക്കുലർ ജീനിനെ സംബന്ധിച്ചിടത്തോളം, ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ജീനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്ന നൈട്രജൻ ബേസുകളുടെ സീക്വൻസ് അതേപടി തന്നെ നിലനിൽക്കേണ്ടത് അതിൻ്റെ ജീനോടൈപ്പും ഫീനോടൈപ്പും മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യമാണ്. ഈ ഇരിക്കുന്ന നൈട്രജൻ ബേസുകളിൽ എന്തെങ്കിലും ഒരു നൈട്രജൻ ബേസിനുണ്ടാകുന്ന മാറ്റം, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ തൈമിൻ്റെ സ്ഥാനത്ത് മറ്റൊരു നൈട്രജൻ ബേസ് വരികയാണെങ്കിൽ അത് മ്യൂട്ടേഷനാണ്. ഇവിടെ ഇരിക്കുന്ന നൈട്രജൻ ബേസുകളിൽ ഒന്നിലധികം നൈട്രജൻ ബേസുകൾ, ഇപ്പോൾ ടി എന്നും ജി എന്നും സി എന്നും ഇരിക്കുന്ന ഈ നൈട്രജൻ ബേസിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് മൊത്തത്തിലങ്ങ് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടങ്ങ് ഡിലീറ്റായി പോകുന്നു എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റ് ഇരിക്കുന്ന, ഇപ്പോൾ ഈ ഒരു തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ഇരിക്കുന്നു, ഇവിടെ ഗ്വാനിൻ എന്ന് പറയുന്ന ഒരു നൈട്രജൻ ബേസ് ഇരിക്കുന്നു. ഇപ്പോൾ ഇതിനിടയ്ക്കായിട്ട് മറ്റൊരു നൈട്രജൻ ബേസ് ഇൻസേർട്ട് ആകുന്നു എന്ന് വിചാരിക്കുക. തൈമിൻ്റെയും ഗ്വാനിൻ്റെയും ഇടയിലായിട്ട് അഡിനൈൻ എന്ന് പറയുന്ന ഒരു നൈട്രജൻ ബേസ് ഇൻസേർട്ട് ആകുന്നു എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ മാറ്റങ്ങൾ നിരവധി DNA-യിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പുതിയ ക്യാരക്ടേഴ്സ് ജീവികളിൽ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, അസുഖങ്ങൾ, ജനറ്റിക്കൽ ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ പറയുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം DNA-യിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളെയാണ്, ചേഞ്ചസിനെയാണ്. ആ ചേഞ്ചസിനെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു വേർഡാണ് ദാറ്റ് ഈസ് മ്യൂട്ടേഷൻ. എന്താ മ്യൂട്ടേഷൻ? Mutation is a phenomenon which results in alteration of DNA sequences and changes in the genotype and the phenotype of an organism. Mutation is a phenomenon which results in alteration of DNA. DNA-ക്ക് ആൾട്ടറേഷൻ സംഭവിക്കുക, വ്യതിയാനം സംഭവിക്കുക, മാറ്റങ്ങൾ ഉണ്ടാകുക, DNA sequences and changes in the genotype and the phenotype of an organism. ഇപ്പോൾ ഓരോ ക്യാരക്ടറിൻ്റെയും ജീനോടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോമോസൈഗസ് ആണോ, ഹെട്രോസൈഗസ് ആണോ, ഡോമിനൻ്റ് ആണോ, റിസസീവ് ആണോ, ആ കണ്ടീഷൻസിനെയൊക്കെ എല്ലാം ബാധിക്കുന്ന തരത്തിൽ DNA-ക്ക് ഉണ്ടാകുന്ന മാറ്റം, ദാറ്റ് ചേഞ്ച് ഈസ് കാൾഡ് ആസ് ദ മ്യൂട്ടേഷൻ. ആ ചേഞ്ചിനെയാണ് മ്യൂട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ ആ ചേഞ്ച് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ കണ്ട DNA-യുടെ ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നൈട്രജൻ ബേസ് പെയറുകൾ ഈ രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ATGC എന്നുള്ള ഓർഡറിൽ 5-3 എൻഡിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ 3 എൻഡിൽ TACG എന്ന ക്രമത്തിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. നോക്കുക, ഇപ്പോൾ ഫസ്റ്റ് നൈട്രജൻ ബേസ് പെയർ അഡിനൈനാണ്. അത് നമ്മളിവിടെ കാണുന്നുണ്ട്. അഡിനൈനാണ് ഫസ്റ്റ് നൈട്രജൻ ബേസ് പെയർ. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി നൈട്രജൻ ബേസ് പെയർ എന്ന് പറയുന്നത് തൈമിനാണ്, പഠിച്ചിട്ടുണ്ട്. അഡിനൈൻ ആൾവേസ് പെയേഴ്സ് വിത്ത് തൈമിൻ ബൈ 2 ഹൈഡ്രജൻ ബോണ്ട്സ്. 2 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് പെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത് വരുന്ന നൈട്രജൻ ബേസ് ആരാണത്? തൈമിനാണ്. ബട്ട് ഇവിടെ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുകയും തൈമിൻ അവിടെ നിന്ന് മാറിയിട്ട് ആ സ്ഥാനത്ത് ഗ്വാനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് അവിടെ വരുന്നു. നോക്കൂ, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന നൈട്രജൻ ബേസ് ഗ്വാനിൻ ആയിരുന്നു. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ഇവിടെ ഇപ്പോൾ തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് വന്നു. അപ്പോൾ നേരത്തെ ATGC എന്നുള്ള സ്ഥാനത്ത് നിന്നും ഇവിടെ AGT, ഇവിടെ GC എന്നുള്ള കോംപ്ലിമെൻ്ററി, ഇവിടെ ജിയുടെ കോംപ്ലിമെൻ്ററി ബേസായിട്ട് C വരുന്നുണ്ട്. അത് ട്രിപ്പിൾ ബോണ്ടാണ്, അറിയാം. ഇനി തൈമിൻ്റെ സ്ഥാനത്ത് അവിടെ സ്ഥാനത്തായിട്ട് അഡിനൈൻ അതിൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ്, ഡബിൾ ബോണ്ട് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈറ്റോസിൻ വരുന്നുണ്ട്. സൈറ്റോസിൻ്റെ കോംപ്ലിമെൻ്ററി ബേസ് അറിയാം, ഗോനിൻ, ട്രിപ്പിൾ ബോണ്ട് കൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നേരത്തെ ATGC എന്നുള്ള രീതിയിൽ നൈട്രജൻ ബേസുകൾ അറേഞ്ച് ചെയ്യപ്പെട്ടിരുന്നത് അതിൻ്റെ പൊസിഷൻ മാറിയിട്ടിപ്പോൾ Tയുടെ സ്ഥാനത്ത് G വന്നു, ജിയുടെ സ്ഥാനത്ത് T വന്നു. അപ്പോൾ ഇവിടെ ഒരു മാറ്റം ഉണ്ടായി. AGTC എന്നുള്ളത് ഈ രീതിയിലും താഴെ വരുമ്പോൾ TCAG എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലുമായി. അപ്പോൾ ഈ രീതിയിൽ
DNA സെഗ്മെൻറ്റിൽ നൈട്രജൻ ബേസുകൾക്ക് ഒരു നൈട്രജൻ ബേസിനോ ഒന്നിൽ കൂടുതൽ നൈട്രജൻ ബേസിനോ ഉണ്ടാകുന്ന മാറ്റം, ആ ചേഞ്ച്, ദാറ്റ് ആൾട്രേഷൻ, അതിനെയാണ് we call it as mutation. Mutation is a phenomenon which result in alteration of DNA sequences and changes in the genotype and the phenotype of an organism. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം അവിടെ ജീനോടൈപ്പിനും ഫീനോടൈപ്പിനും വ്യത്യാസം ഉണ്ടാകും. നമുക്കൊരു എക്സാമ്പിൾ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ അറിയാം നിങ്ങൾക്ക്. RBCക്ക് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻ്റാണ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ. ഓക്സിജൻ കാരിയറാണ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ. ഹീമോഗ്ലോബിൻ മോളിക്യൂളിൻ്റെ ജീനിൻ്റെ ഒരു ചെറിയൊരു സെഗ്മെൻ്റാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 3 നൈട്രജൻ ബേസിൻ്റെ ഒരു സെഗ്മെൻറ്റ്, GAG എന്ന് പറയുന്ന സെഗ്മെൻറ്റ്. അപ്പോൾ അത് ഒരു ബേസ് പെയർ, ഒരു 3-5' എൻഡിൽ GAG ഇരിക്കുന്നുവെങ്കിൽ അടുത്ത് 5' 3' അതിൻ്റെ കോംപ്ലിമെൻ്ററി, ജിയുടെ കോംപ്ലിമെൻ്ററി ആണ് C, എയുടെ കോംപ്ലിമെൻ്ററി ആണ് T, ജിയുടെ കോംപ്ലിമെൻ്ററി ആണ് C. ഈ രീതിയിലായിരിക്കും DNA സെഗ്മെൻ്റ് ഇരിക്കുന്നത്. ഈ രീതിയിൽ DNA സെഗ്മെൻ്റ് ഇരിക്കുമ്പോഴത്തേക്കും അതിൽ നിന്നും പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയമാകുമ്പോൾ, അതായത് ഹീമോഗ്ലോബിൻ്റെ പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയമാകുമ്പോൾ, ഗ്ലോബിൻ പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയമാകുമ്പോൾ അതിൽ നിന്നും mRNA മോളിക്യൂൾ, മെസഞ്ചർ RNA മോളിക്യൂൾ, ഇതൊക്കെ നമ്മൾ മോളിക്കുലാർ ബേസിസ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് പേര് മാത്രം ഒന്ന് കേൾക്കുക. mRNA മോളിക്യൂൾ സിന്തസിസ് നടക്കുകയും അതിൻ്റെ കോഡോണായിട്ട് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി കോഡോൺസ് വരും. സിയുടെ കോംപ്ലിമെൻ്ററി കോഡോൺ ആണ് G, ടിയുടെ കോംപ്ലിമെൻ്ററി കോഡോൺ ആണ് A, സിയുടെ കോംപ്ലിമെൻ്ററി കോഡോൺ ആണ് G. അപ്പോൾ ഈ രീതിയിൽ നൈട്രജൻ ബേസ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നോർമലായിട്ടുള്ള ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ, HbA പെപ്റ്റൈഡ് എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നോർമലായിട്ടുള്ള ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ അമിനോ ആസിഡിൻ്റെ ഈ ഒരു ക്രമത്തിൽ സിന്തസൈസ് ചെയ്യപ്പെടും. എന്നാൽ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ഇതൊരു നോർമലായിട്ട് സിന്തസൈസ് ചെയ്യുന്ന ഒരു ഫിഗറാണിത്. RBCയുടെ ഫിഗറാണ്. RBC ഈ ഷേപ്പിൽ ബൈക്കോൺകേവ് ഷേപ്പിൽ കാണും. ഇനി ഇതിനൊരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഡിസീസ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ അഡിനൈൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസിൻ്റെ സ്ഥാനത്ത് ഇവിടെ അതിന് പകരം ഇവിടെ തയമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് വന്നു. ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് ആ ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അഡിനൈൻ്റെ പൊസിഷനിൽ ആര് വന്നു? തയമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് വന്നു. അപ്പോൾ തയമിൻ വന്നത് കാരണം അതിൻ്റെ കോംപ്ലിമെൻ്ററി ബേസായിട്ട് അഡിനൈൻ വന്നു. അപ്പോൾ ഇവിടെ CTC ആയിരുന്നത് ഇവിടെ CAC എന്നുള്ള രീതിയിലേക്ക് DNA സെഗ്മെൻറ്റ് മാറി. ഇപ്പോൾ DNA സെഗ്മെൻറ്റിൽ ഈ മാറ്റം ഉണ്ടായപ്പോൾ അതിൽ നിന്നുണ്ടായ mRNA നേരത്തേത് GAG എന്നുള്ളത് ഇവിടെ GUG ആയി. സിയുടെ കോംപ്ലിമെൻ്ററി ആണ് G, എയുടെ കോംപ്ലിമെൻ്ററി ആണ് U, യുറാസിൽ. RNA മോളിക്യൂളിൽ തൈമിനില്ല, അതുകൊണ്ടാണ് ഇവിടെ ATക്ക് പകരം U വന്ന യുറാസിൽ വന്നത്. ഇവിടെ G ഗ്വാനൈൻ വന്നു. അപ്പോൾ GUG എന്നുള്ള രീതിയിലേക്ക് ഈ കോഡോൺ മാറിയപ്പോൾ അത് നിർണ്ണയിക്കുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് വാലൈനാണ്. അപ്പോൾ ഇവിടെ ഒരു അമിനോ ആസിഡിൻ്റെ പൊസിഷൻ ഇവിടെ മാറിയപ്പോഴത്തേക്കും സംഭവം എന്ത് പറ്റി? പൊസിഷൻ മാറിയപ്പോഴത്തേക്കും ഇവിടെ അമിനോ ആസിഡ് മാറിപ്പോയി. അന്നേരം എന്ത് സംഭവിച്ചു? ഇവിടെ ഈ ഷേപ്പിൽ വരേണ്ട RBC ഇവിടെ ഈ ഷേപ്പിൽ മാറിപ്പോയി, സിക്കിൾ ഷേപ്പിലേക്ക് മാറിപ്പോയി, അരിവാളിൻ്റെ ഷേപ്പിലേക്ക് മാറിപ്പോയി. അപ്പോൾ ഈ ഡിസീസസിനെയാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു മ്യൂട്ടേഷൻ ഒരു എക്സാമ്പിളാണ്. ഇങ്ങനെ സംഭവിക്കുന്ന മ്യൂട്ടേഷനാണ് പോയിൻ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഈ ഡിസീസ് മ്യൂട്ടേഷൻ ഒരു എക്സാമ്പിളാണെന്നുള്ളത് മാത്രം നിങ്ങളിപ്പോൾ ഓർക്കുക. മ്യൂട്ടേഷൻ്റെ ഫലമായിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. മ്യൂട്ടേഷൻ ലീഡ്സ് ടു വേരിയേഷൻ ഇൻ DNA വേരിയേഷൻ ഉണ്ടാക്കുന്നു. ലോസ് ഓർ ഗെയിൻ ഓഫ് എ സെഗ്മെൻറ്റ് ഓഫ് DNA റിസൾട്ട് ഇൻ ആൾട്ടറേഷൻ ഇൻ ക്രോമസോംസ്. നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. ആൾട്ടറേഷൻ ഇൻ ക്രോമസോം റിസൾട്ട്സ് ഇൻ അബ്നോർമാലിറ്റീസ് ഓർ അബറേഷൻസ്. ഇപ്പോൾ DNA സെഗ്മെൻറ്റ്സിൽ ഉണ്ടാകുന്ന ഡെലീഷൻസ്, ലോസ്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഏതെങ്കിലും ഒന്നിലധികമോ നൈട്രജൻ ബേസുകൾ ഡിലീറ്റായി പോവുക. ഇവിടെ നിന്ന് ഇത്രയും പോർഷൻ ക്രോമസോമിൽ നിന്നും DNA-യുടെ ഇത്രയും പോർഷൻ അങ്ങ് കട്ടായി പോവുക. അല്ലെങ്കിൽ ഇവിടെ പുതുതായിട്ട് ഒരു നൈട്രജൻ ബേസ് കൂടെ ഇൻസേർട്ട് ചെയ്യപ്പെടുക. അതാണ് ഇവിടെ ഗെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ തൈമിൻ്റെയും ഗുവാനിൻ്റെയും ഇടയിലൂടെ വീണ്ടും ഒരു അഡിനൈൻ ബേസ് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെല്ലാം എന്ത് സംഭവിക്കുന്നു? DNA-ക്ക് വേരിയേഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത്തരം വേരിയേഷൻസ് ക്രോമസോംസിൽ ഉണ്ടാകുമ്പോൾ, DNA-യിൽ ഉണ്ടാകുമ്പോൾ ദാറ്റ് വിൽ ലീഡ്സ് ടു അബ്നോർമാലിറ്റീസ് ഓർ അബറേഷൻസ്. അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ അബറേഷൻസ് ഉണ്ടാക്കുന്നു. ജനറ്റിക്കൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസ് അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ ലീഡ്സ് ടു വേരിയേഷൻ ഇൻ DNA, ലോസ്, ഡെലീഷൻസ് or gain, insertion or duplication of a segment of DNA result in alteration in chromosomes. Alteration in chromosomes results in abnormalities or aberrations. Mutation നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പോയിന്റ് മ്യൂട്ടേഷൻ, സെക്കൻഡ് വൺ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. Mutations can be classified into two: point mutation and frame shift mutation. Mutation due to change in a single base pair of DNA is known as point mutation. നേരത്തെ കണ്ടു സിക്കിൾ സെൽ അനീമിയയുടെ കാര്യത്തിൽ ഒരു നൈട്രജൻ ബേസിന് ഉണ്ടായ വ്യത്യാസം, അതിനെയാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് സിക്കിൾ സെൽ അനീമിയ. നെക്സ്റ്റ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. Mutation due to deletions and insertions of base pairs of DNA is known as frame shift mutation. Mutation deletion വഴിയും ഇൻസേർഷൻ വഴിയോ കുറേ നൈട്രജൻ ബേസുകൾ ഡിലീറ്റ് ആയി പോവുകയോ പുതിയതായിട്ട് നൈട്രജൻ ബേസുകൾ ഇൻസേർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു മ്യൂട്ടേഷനാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാനില്ല. ടേസാക്സ് ഡിസീസസ് പോലെ നെർവസ് ഡിസീസ് ആയിട്ടുള്ള ഡിസീസസ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ഇനി മ്യൂട്ടാജൻസ് എന്നുള്ള ടേം എന്താണ്? മ്യൂട്ടാജൻസ് ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഡ്യൂസ് മ്യൂട്ടേഷൻസ് ആർ കാൾഡ് മ്യൂട്ടാജൻസ്. ഇപ്പോൾ കെമിക്കലും ഫിസിക്കലുമായിട്ടുള്ള ഫാക്ടേഴ്സ്, കെമിക്കൽ സബ്സ്റ്റൻസസ്, അതുപോലെ തന്നെ എക്സ്റേസ്, അൾട്രാവയലറ്റ് റേഡിയേഷൻസ്, ഗാമ റേസ് തുടങ്ങിയ ഫിസിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഏജൻസ് വഴിയും DNA-ക്ക് ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം ചേഞ്ചസ് ഉണ്ടാക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടാജൻസ്. Mutations can be classified into two: point mutation and frame shift mutation. Mutation due to change in a single base pair of DNA is known as point mutation. An example is sickle cell anemia. Mutation due to deletions and insertions of base pairs of DNA is known as frame shift mutations. Then what is meant by mutagens? The chemical and physical factors that induce mutations are called mutagens. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പെഡിഗ്രി അനാലിസിസ് ആണ്. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ മ്യൂട്ടേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഒരുപാട് ജനറ്റിക് വേരിയേഷൻസ് അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി. അതിന് എക്സാമ്പിളായിട്ട് സിക്കിൾ സെൽ അനീമിയ എന്നുള്ള ഡിസീസിൻ്റെ പേരും കേട്ടു. മ്യൂട്ടേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഡിസീസ്. അത്തരം ഒരുപാട് ഡിസീസസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ജനറ്റിക്കലായിട്ട് ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്ത് കിട്ടുന്നുണ്ട്. അത്തരം ഡിസോർഡേഴ്സിന് എക്സാമ്പിളാണ് നേരത്തെ പറഞ്ഞ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, അങ്ങനെ തുടങ്ങിയ ധാരാളം ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഈ ഡിസീസസ് എങ്ങനെയാണ് ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു ഡൗട്ടുണ്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദറിന് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസോർഡർ എനിക്കിപ്പോൾ ഇല്ല, പക്ഷേ എൻ്റെ കുട്ടികൾക്കോ അവരുടെ കുട്ടികൾക്കോ ഈ ഒരു ഡിസോർഡർ ഉണ്ടാകുമോ, വരുമോ? അപ്പോൾ അത്തരം സംശയങ്ങളുമായിട്ട് ഞാനൊരു ജനറ്റിക് കൗൺസിലറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ജനറ്റിക് കൗൺസിലർ ആദ്യം ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ ഒരു ഫാമിലി ട്രീ വരയ്ക്കുക എന്നുള്ളത്. ആ ഫാമിലി ട്രീ കുറച്ച് സിമ്പിൾസ് ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്.
അത് വെച്ചിട്ടൊരു അനാലിസിസ് അദ്ദേഹം നടത്തിയിട്ട് അതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ അത്തരം ഇൻഹെറിറ്റൻസ് പാറ്റേൺ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഒരു ടൂളാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. പെഡിഗ്രി അനാലിസിസ് എന്താണ് പെഡിഗ്രി അനാലിസിസ്? അനലൈസിംഗ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ദ ക്യാരക്ടർ ത്രൂ സെവറൽ പ്രീവിയസ് ജനറേഷൻസ് ഇൻ എ ഫാമിലി ഈസ് നോൺ ആസ് പെഡിഗ്രി അനാലിസിസ്. അനലൈസിംഗ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ദ ക്യാരക്ടർ ത്രൂ സെവറൽ പ്രീവിയസ് ജനറേഷൻസ്. അപ്പോൾ മുൻപുള്ള ധാരാളം ജനറേഷൻസ് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എങ്ങനെയാണ്. ഇപ്പോൾ പ്ലാന്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾഡ് ക്രോസസ് നടത്താൻ പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ടാണ് നമ്മൾ ടെസ്റ്റ് ക്രോസസ് ഒക്കെ പറഞ്ഞത്. അതിൻ്റെ ഫാദറിൻ്റെ ജീനോടൈപ്പ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനും മറ്റുമൊക്കെ ആയിട്ട് കൺട്രോൾ ക്രോസസ് പ്ലാന്റ്സിൽ നടത്താം. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ക്രോസസ് ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ അവിടെ നമുക്ക് ഇത്തരം അനാലിസിസുകൾ നമ്മളെ ഡിസീസസ് കണ്ടെത്താനും അതിൻ്റെ സാധ്യതകളിലേക്ക് മനസ്സിലാക്കി തരുവാനും നമ്മളെ സഹായിക്കും. അതിനെയാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് പെഡിഗ്രി അനാലിസിസിൻ്റെ ഒരു ചാർട്ടാണ്. സിംബൽസ് ഉപയോഗിച്ചാണ് പെഡിഗ്രി അനാലിസിസിൻ്റെ ചാർട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ സിംബലും സർക്കിൾ സിംബലും ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്വയർ സിംബലിൽ കളർ കൊടുത്തിട്ടുള്ളത്, റൗണ്ട് സിംബലിലും കളർ കൊടുത്തിട്ടുള്ളത് അഫക്റ്റഡ് മെയിൽ, അഫക്റ്റഡ് ഫീമെയിൽ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ബ്ലൂ കളറിൽ കൊടുത്തുന്നത് അൺഅഫക്റ്റഡ് മെയിൽ, അൺഅഫക്റ്റഡ് ഫീമെയിൽ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഫാമിലി ട്രീ വരയ്ക്കുന്നത് നമുക്ക് അങ്ങോട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഈ രീതിയിൽ വരയ്ക്കുന്നതാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇൻ ദ പെഡിഗ്രി അനാലിസിസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ പർട്ടിക്കുലർ ട്രൈറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫാമിലി ട്രീ ഓവർ ജനറേഷൻസ്. അപ്പോൾ ഒരുപാട് ജനറേഷൻസിൽ ഫാമിലി ട്രീയിൽ റെപ്രസെൻറ്റ് ചെയ്യും. Pedigree study provides a strong tool which is utilized to trace the inheritance of a specific trait, abnormality or disease. അപ്പോൾ എന്തിന് പെഡിഗ്രി അനാലിസിസ് സഹായിക്കുന്നു? ഇറ്റ് ഈസ് എ സ്ട്രോങ് ടൂൾ, നല്ല ഒരു ടൂളാണ്. വിച്ച് ഈസ് യൂട്ടിലൈസ്ഡ് ടു ട്രേസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ സ്പെസിഫിക് ട്രൈറ്റ്. ഒരു പ്രത്യേക ജനറ്റിക് ഡിസീസസിൻ്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് എന്ന് ട്രേസ് ചെയ്യാൻ, കണ്ടെത്താൻ, അല്ലെങ്കിൽ അതിൻ്റെ ട്രൈറ്റ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഡിസീസസിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എങ്ങനെയെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന നല്ല ഒരു ടൂളാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അനലൈസിംഗ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ദ ക്യാരക്ടർ ത്രൂ സെവറൽ പ്രീവിയസ് ജനറേഷൻസ് ഇൻ എ ഫാമിലി ഈസ് നോൺ ആസ് പെഡിഗ്രി അനാലിസിസ്. അപ്പോൾ ഇനി നമുക്ക് ഈ പെഡിഗ്രി അനാലിസിസിന് ഉപയോഗിക്കുന്ന സിംബൽസുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. Symbols used in human pedigree analysis. ഈ രീതിയിൽ ഒരു സിമ്പൽ കാണുകയാണെങ്കിൽ, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സിമ്പൽ കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക അത് മെയിൽ ഓർഗാനിസത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. സർക്കിൾ ഷേപ്പിൽ ഒരു സിമ്പൽ കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫീമെയിൽ. ദെൻ ഈ രീതിയിൽ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഒരു സിമ്പൽ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെക്സ് അൺസ്പെസിഫൈഡ്. അപ്പോൾ ജനറ്റിക് കൗൺസിലർ നമ്മളോട് ചോദിച്ചപ്പോഴത്തേക്കും ഒരു 4-5 അല്ലെങ്കിൽ 2-3 ജനറേഷൻസിന് മുമ്പുള്ള ആളിന് ഒരു ഡിസീസ് ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ചോദിച്ചു അത് ആണാണോ പെണ്ണാണോ. അപ്പോൾ നമുക്കറിയില്ല, ആർക്കോ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സെക്സ് അൺസ്പെസിഫൈഡ്, അവിടെ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റാത്ത ഒരു ആളിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഈ രീതിയിലുള്ള ഒരു സിമ്പൽ വരയ്ക്കുക. ഇനി ഈ സിമ്പൽസിനെയൊക്കെ തന്നെ ഒന്ന് കളർ ചെയ്യുകയാണെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിനെ സൂചിപ്പിക്കുന്നു. സ്ക്വയർ ഷേപ്പിൽ വരച്ചിട്ട് അതിനെ കളർ ചെയ്യുകയാണെങ്കിൽ മെയിൽ അഫക്റ്റഡ് ആണ്, എന്തോ ജനറ്റിക് ഡിസീസസ് ഉള്ള ഒരു വ്യക്തിയാണ്. സർക്കിൾ വരച്ചിട്ട് ഇതുപോലെ കളർ കൊടുക്കുകയാണെങ്കിൽ അവിടെയും ഫീമെയിൽ അഫക്റ്റഡ് ആണ്. ഈ രീതിയിൽ ഡയമണ്ട് ഷേപ്പിൽ കളർ ചെയ്യുകയാണെങ്കിൽ അതും അഫക്റ്റഡ് ഇൻഡിവിജ്വലിനെ സൂചിപ്പിക്കുന്നു. ഇനി ഒരു സ്ക്വയറിനെയും സർക്കിളിനെയും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഈ രീതിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് മാറ്റിംഗ്, ഓർ അതർവൈസ് വി ക്യാൻ സേ ഇറ്റ് ആസ് മാരേജ്. കല്യാണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ സിംബലൈസ് ചെയ്യുന്നതാണ് മാറ്റിംഗ്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഉള്ള സിംബൽ. ഇനി നോക്കൂ, ഇതൊരു ഡബിൾ ലൈൻ കൊണ്ടാണ് ഈ സ്ക്വയറിനെയും സർക്കിളിനെയും കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് മാറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്.
മാറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. അപ്പോൾ അടുത്ത റിലേറ്റീവ്സ് തങ്ങളിലുള്ള കല്യാണം, മാരേജ്. അതാണ് ഇവിടെ ഈ ഡബിൾ ലൈൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിനൊരു സിംഗിൾ ടേം ഉണ്ട്, ദാറ്റ് ഈസ് കോൺസാഗ്നിയസ് മാറ്റിംഗ്. മാറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്, ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് കോൺസാഗ്നിയസ് മാറ്റിംഗ്. കോൺസാഗ്നിയസ് മാറ്റിംഗ് പേര് ഓർക്കുക. ഇനി ശ്രദ്ധിക്കൂ, ഇത് സ്ക്വയർ, ഒരു സർക്കിള് തങ്ങളിൽ ഒരു സിംഗിൾ ലൈൻ കൊണ്ട് കണക്ട് ചെയ്താൽ പറഞ്ഞു മാറ്റിംഗ്. ഇനി അതിൽ നിന്നും ഒരു ലൈൻ താഴേക്ക് ഇങ്ങനെ വരയ്ക്കുന്നു, രണ്ടുപേരുടെയും ഇടയിലായിട്ട് ഒരു ലൈൻ താഴേക്ക് വരയ്ക്കുന്നു. ആ ലൈനിൽ നിന്നും വീണ്ടും ഒരു സർക്കിളും ഒരു സ്ക്വയറും വരച്ചു. അപ്പോൾ ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? ദിസ് ഈസ് ഫാദർ, ദിസ് ഈസ് മദർ, ദിസ് ഈസ് ഡോട്ടർ ആൻഡ് ദിസ് ഈസ് സൺ. Parents above and children below. So there is an order for writing this next generation from left to right. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇങ്ങനെ വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന ആളാണ് എൽഡർ, ഏറ്റവും റൈറ്റ് സൈഡിലുള്ളത് യങ്ങർ. ഇൻ ഓർഡർ ഓഫ് ബർത്ത് ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ എൽഡർ ആയിട്ടുള്ള ആളാണ് ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഉണ്ടാവുക, ഇങ്ങോട്ട് വരയ്ക്കുമ്പോഴത്തേക്കും യങ്ങറായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് കുട്ടി ഇതാണ്, രണ്ടാമത്തെ കുട്ടി ഇതാണ്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അച്ഛൻ അമ്മ, ഫാദർ മദർ, അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. മൂത്ത കുട്ടി പെൺകുട്ടിയാണ്, രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയാണ്. ഇത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെന്താ സൂചിപ്പിക്കുക? ഫാദർ മദർ, ഒരു ചൈൽഡുണ്ട്. ബട്ട് ആ ചൈൽഡ് ഈസ് അഫക്റ്റഡ് വിത്ത് എ ജനറ്റിക് ഡിസീസ്. ഈ ചൈൽഡിനൊരു ജനറ്റിക് ഡിസീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് കളർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റേഷൻ, നേരത്തെ പറഞ്ഞു സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. അപ്പോൾ ഇവിടെ അതിനകത്തൊരു നമ്പർ കൊടുത്തുകൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ 5 അൺഅഫക്റ്റഡ് ഓഫ് സ്പ്രിങ്സ്, മെയിലാകാം ഫീമെയിലാകാം, 5 പേര് ഇത്തരം ഡിസീസസ് ഇല്ലാത്ത ഒരു 5 പേരുണ്ട് എന്നുള്ളതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ സിംബൽസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഫാമിലി ട്രീ വരയ്ക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫാമിലി ട്രീ ഒന്ന് വരച്ച് നോക്കാം. രാമു, ഒരു പേരും കൂടെ കൊടുത്ത് കാണിച്ചിരിക്കുകയാണ്. ഫാദറിൻ്റെ പേര് രാമു, മദറിൻ്റെ പേര് റാണി. ദിസ് സിംഗിൾ ലൈൻ റെപ്രസെൻറ്റ്സ് ദ മാരേജ് ഓർ മാറ്റിംഗ്. അവർക്ക് 3 കുട്ടികൾ. ഫസ്റ്റ് ചൈൽഡ് ഈസ് എ ബോയ്, ഹിസ് നെയിം ഈസ് രവി. സെക്കൻഡ് ചൈൽഡ് ഈസ് എ ഗേൾ, ഹർ നെയിം ഈസ് റോജി. തേർഡ് വൺ ഈസ് എ ഗേൾ ആൻഡ് ഹർ നെയിം ഈസ് രഞ്ജു. ദെൻ എന്താ ഇവിടെ സൂചിപ്പിക്കുന്നത്? രവി മാരീസ് എ ഗേൾ. What is the name of the girl? Lakshmi. And this single line means marriage or mating. And here also Ranju marries Sethu. Here Lakshmi and Ravi have 2 children. First one is a girl, her name is Amalu. Second one is a boy and his name is Adul. And here also Ranju and Sethu, they have 3 children. First one Aparna, a girl. Second one Anshu, it is also a girl. Third one also a girl, Anu. So this is a representation of a family tree. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഫാമിലി ട്രീ ഒന്ന് വരച്ച് നോക്കുക. നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, ഫാദർ മദർ, അവരുടെ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ആ രീതിയിൽ ഒരു ഫാമിലി ട്രീ, നിങ്ങളുടെ ഒരു ഫാമിലി ട്രീ നിങ്ങൾ ബുക്കിൽ വരയ്ക്കുക. ഇനി നോക്കൂ, അപ്പോൾ ഇവിടെ ഈ ഒരു പെഡിഗ്രി ചാർട്ടിൽ 2-3 സ്ഥലങ്ങളിൽ ഇതാ ഇവിടെ കളർ ചെയ്തിട്ടുണ്ട്. എന്താ ഹെഡിങ്?
പെഡിഗ്രി ചാർട്ട് ഓഫ് എ ഡിസീസ്ഡ് ഫാമിലി. അപ്പോൾ ഒരു ജനറ്റിക് കൗൺസിലറിൻ്റെ അടുത്ത് പോയപ്പോൾ ജനറ്റിക് കൗൺസിലർ വരച്ച ഒരു പെഡിഗ്രി ചാർട്ടാണിത്. അപ്പോൾ ഇവിടെ എന്ത് സൂചിപ്പിക്കുന്നു? അപ്പോൾ ഇവിടെ ഈ ഫാമിലിയിൽ ഈ ആൾക്കാർ എന്തോ ജനറ്റിക് ഡിസോർഡർ ഉള്ള ആൾക്കാരാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള 2 പെഡിഗ്രി ചാർട്ടുണ്ട്. ഒന്ന്, ഒരു ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റ്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി. മയോട്ടോണിക് ഡിസ്ട്രോഫി, ഈ പടത്തിൽ കാണുന്ന ആൾ ആ ഒരു ഡിസോർഡറിന് അഫക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പേര് എന്താണ്? മയോട്ടോണിക് ഡിസ്ട്രോഫി. ദാറ്റ് മീൻസ് മസിൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്, ഡിസോർഡറാണ്, ജനറ്റിക് ഡിസോർഡറാണ്. ചികിത്സയില്ല. ജനറ്റിക് ഡിസോർഡേഴ്സിനൊന്നും ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതല്ല DNA-ക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത്തരം ഡിസീസസ് ഉണ്ടാകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരുടെ മസിൽസ് വീക്കൻ ചെയ്തു പോകും. അതുപോലെ തന്നെ മസിൽ ഫൈബേഴ്സിൻ്റെ എണ്ണം ഗ്രാജ്വലി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരം ഒരു ജനറ്റിക് ഡിസോർഡറാണ് മയോട്ടോണിക് ഡിസോർഡർ, മയോട്ടോണിക് ഡിസ്ട്രോഫി. ഈ ഡിസീസ് എന്തിന് എക്സാമ്പിളാണ്? ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റിന് എക്സാമ്പിളാണ്. ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഡോമിനൻ്റ് ട്രൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ നിങ്ങൾക്കറിയാം എന്താണ് ഡോമിനൻ്റ്, എന്താണ് റിസസീവ് എന്നുള്ളത് അറിയാം. അപ്പോൾ ഡോമിനൻ്റ് ട്രൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഡോമിനൻ്റ് ജീൻ ഉണ്ടെങ്കിൽ ആ ആളിന് ആ ഡിസീസ് ഉണ്ടാകും. അപ്പോൾ റിസസീവ് ആണെന്നുണ്ടെങ്കിൽ 2 അലിലും ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നാൽ മാത്രമേ റിസസീവ് അലിൽസ് എക്സ്പ്രസ് ചെയ്യുള്ളൂ. അപ്പോൾ ഡോമിനൻ്റ് അലിലാകുമ്പോൾ ഒരു അലില് ഡോമിനൻ്റ് ആയാൽ മതി. അപ്പോൾ ഇവിടെ ഡോമിനൻ്റ് അലിലാണ്, അതുകൊണ്ടാണ് ഇതാ ഇവിടെ അഫക്റ്റഡ് ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഇവരുടെ മക്കൾ 1, 2, 3, 4. ഫസ്റ്റ് വൺ ഇസ് എ ഗേൾ, ബോയ്, ബോയ്, ഗേൾ. അപ്പോൾ ഇവിടെ ഒരു ബോയ്ക്കും ഒരു ഗേളിനും ഈ ഡിസീസ് കിട്ടി. മദറിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടി. മദറിന് ഇതിൻ്റെ ഡോമിനൻ്റ് ജീനുണ്ട്. ഡോമിനൻ്റ് ജീൻ ആയതുകൊണ്ട് 50% ചാൻസ് ഉണ്ട്. അടുത്ത ജനറേഷന് കിട്ടാനുള്ള ചാൻസ് 50% ആണ്. 50% ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 2 പേർക്ക് ഇവിടെ കിട്ടി, അഫക്റ്റഡ് ഇൻഡിവിജ്വലായി. ഇപ്പോൾ മയോട്ടോണിക് ഡിസ്ട്രോഫി എന്നൊരു ഡിസോർഡറിൻ്റെ സംശയവുമായിട്ട് ഒരു ജനറ്റിക് കൗൺസിലറിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹം ഇപ്പോൾ എനിക്ക് മയോട്ടോണിക് ഡിസ്ട്രോഫി ഉണ്ട്, എൻ്റെ കുട്ടികൾക്ക് മയോട്ടോണിക് ഡിസ്ട്രോഫി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗൺസിലർ ഉറപ്പായിട്ടും പറയും നിങ്ങൾക്കതിന് 50% ചാൻസ് ഉണ്ട്, നിങ്ങളുടെ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത 50%. കാരണം അതൊരു ഡോമിനൻ്റ് ട്രൈറ്റ് ആണ്, ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റ് ആണ്. ദാറ്റ് മീൻസ് the gene for this disease is located in a autosome chromosome. ഇപ്പോൾ ക്രോമസോം നമ്പർ 19 ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ ജീനിനുണ്ടാകുന്ന ഡിഫക്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫാമിലി പെഡിഗ്രി ചാർട്ട് നോക്കിയാൽ മനസ്സിലാക്കാം ഇത് ഫസ്റ്റ് ജനറേഷനിലുണ്ട്, സെക്കൻഡ് ജനറേഷനിലുണ്ട്. ഇനി അടുത്തത് ഈ ആളിൻ്റെ ഒരു പെഡിഗ്രി ചാർട്ട് നോക്കൂ. ഇവിടെ ആർക്കും ഇല്ല, കാരണം ഈ ആളിന് ആ ജീൻ കിട്ടിയിട്ടില്ല. ഈ മകന് അമ്മയിൽ നിന്നും ഈ ജീൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ അടുത്ത ജനറേഷനിൽ ആർക്കുമില്ല. ബട്ട് ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഡോട്ടറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മാരേജ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ മക്കളിൽ കിട്ടാനുള്ള സാധ്യത 50%. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് തന്നിട്ട് നിങ്ങളോട് എക്സാമിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആവശ്യപ്പെടാം, എന്ത് ഡിസോർഡറിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് ഫസ്റ്റ് ജനറേഷനിലും സെക്കൻഡ് ജനറേഷനിലും ഇതുപോലെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഓഫ് സ്പ്രിങ്സ് ഉണ്ടെങ്കിൽ അതൊരു ഡോമിനൻ്റ് ഡിസോർഡറാണ്. ആ ഡോമിനൻ്റ് ഡിസോർഡറിൻ്റെ ഒരെണ്ണത്തിൻ്റെ പേരേ നമുക്ക് പഠിക്കാനുള്ളൂ, ദാറ്റ് ഈസ് മയോട്ടോണിക് ഡിസ്ട്രോഫി, ആട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റ്. ഇനി ഒരു റിസസീവ് ട്രൈറ്റിൻ്റെ പെഡിഗ്രി ചാർട്ട് കൂടെ പഠിക്കാനുണ്ട്, ദാറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ.
അപ്പോൾ സിക്കിൾ സെൽ അനീമിയയെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് റിസസീവ് ട്രൈറ്റ് ആണ്. റിസസീവ് ട്രൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നാൽ മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യപ്പെടുകയുള്ളൂ. ദാറ്റ് ഈസ് രണ്ടും റിസസീവ് കണ്ടീഷനിൽ വരണം, സ്മാൾ ലെറ്റേഴ്സിൽ വരണം. എന്നാൽ മാത്രമേ ആ ഡിസീസ് എക്സ്പ്രസ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കാം നമുക്ക്? ഇവിടെ ഇത് രണ്ടുപേരും ഈ ഡിസീസ് ഇല്ല, ഷെയ്ഡ് ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ മക്കൾക്ക് രണ്ടുപേർക്ക് ഇതാ ഇവിടെ ഡിസീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഊഹിക്കാം? ഈ ഡിസീസ് ഒരു റിസസീവ് ഡിസീസാണ്. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു റിസസീവ് ഡിസീസാണ്. അപ്പോൾ അടുത്ത ജനറേഷനിൽ കിട്ടാനുള്ള സാധ്യത അവിടെയും 50% ചാൻസ് നമുക്ക് പറയാം. രണ്ടുപേരും കാരിയേഴ്സ് ആണെങ്കിൽ 50% ചാൻസ് അവിടെയും പറയാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു ജനറേഷനിൽ ഇല്ല, അടുത്ത ജനറേഷനിൽ ഉണ്ട്. ഇവിടെ നോക്കൂ, ഈ ജനറേഷനിൽ ഇല്ല, ഈ ജനറേഷനിലുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. മയോട്ടോണിക് ഡിസ്ട്രോഫി ആണെങ്കിൽ ഫസ്റ്റ് ജനറേഷനിലും കാണും, സെക്കൻഡ് ജനറേഷനിലും കാണും. സിക്കിൾ സെൽ അനീമിയ ആണെങ്കിൽ ഒരു ജനറേഷനിൽ പ്രസൻ്റ് ആയിരിക്കില്ല, അടുത്ത ജനറേഷനിൽ പ്രസൻ്റ് ആയിരിക്കും. ആ രീതിയിലാണെങ്കിൽ നോക്കിയാൽ നമുക്ക് ഈ ചാർട്ട് കാണുമ്പോൾ അത് ഏത് ഡിസീസാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഡോമിനൻ്റ് ഡിസീസാണ്, ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി, ഓട്ടോസോമൽ റിസസീവ് ട്രൈറ്റാണ് സിക്കിൾ സെൽ അനീമിയ. മ്യൂട്ടേഷൻ, പെഡിഗ്രി അനാലിസിസ് എന്നീ ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്ത ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.